പ്രഭാസ് നായകനായ രാജാസാബ് എന്ന സിനിമ അതിന്റെ ആദ്യ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ വൻ പരാജയത്തിലേക്ക് കുതിക്കുകയാണ്. 400 കോടി ബജറ്റിൽ ഇറങ്ങിയ സിനിമ ആദ്യ വീക്കെൻഡ് പിന്നിട്ടപ്പോൾ 157 കോടി കളക്ഷൻ മാത്രമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. 400 കോടി ബജറ്റിൽ ഇറങ്ങിയ സിനിമയ്ക്ക് മിനിമം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് എങ്കിലും നേടണമെങ്കിൽ 700 കോടിയെങ്കിലും മിനിമം കളക്ഷൻ ആവശ്യമാണ്. നിലവിലെ കളക്ഷൻ ട്രെൻഡ് വെച്ച് 300 കോടി പോലും ഫൈനൽ കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ സാധിക്കില്ല എന്നാണ് ഹാക്കേഴ്സ് അഭിപ്രായപ്പെടുന്നത്. ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു 150 കോടി രൂപയുടെ നഷ്ടമെങ്കിലും നിർമ്മാതാക്കൾക്ക് സിനിമ വരുത്തിവെക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രഭാസിന്റെ കരിയറിൽ ഇത് 3-ാം തവണയാണ് 100 കോടിയിലേറെ നഷ്ടം വരുന്നത്. 2002 റിലീസായ രാധേശ്യാമാണ് ആദ്യമായി 100 കോടി നഷ്ടം പ്രഭാസ് വരുത്തിവെച്ചത്. ഇതിന് പിന്നാലെ പ്രഭാസ് തന്റെ പ്രതിഫലം തിരികെ നൽകിയതും വലിയ വാർത്തയായിരുന്നു. വൻ ഹൈപ്പിൽ റിലീസായ ആദിപുരുഷ് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതും ട്രോൾ മെറ്റീരിയലായി മാറിയതും നമ്മളെല്ലാം കണ്ടതാണല്ലോ. ലിസ്റ്റിലേക്കാണ് 3-ാമത്തെ സിനിമയായി രാജാസാബും കയറിക്കൂടുന്നത്. മിനിമം ഒരു 150 കോടി നഷ്ടമെങ്കിലും നിർമ്മാതാക്കൾക്ക് വരുത്തിവെക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്. രാധേശ്യാമിനും ആദിപുരുഷിനും ശേഷം പ്രഭാസ് വീണ്ടും വിജയ വഴിയിലേക്ക് കൽക്കിയിലൂടെയും ിലൂടെയും തിരികെ വന്നെങ്കിലും വീണ്ടും മറ്റൊരു പരാജയ ചിത്രത്തിലൂടെ പഴയ ട്രാക്കിലേക്ക് തിരികെ പോകുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ പേടിക്കുന്നത്. ഇപ്പോൾ കാത്തിരിക്കാം രാജാസാബിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടിയും ഇനി ഇറങ്ങാൻ പോകുന്ന പ്രഭാസിന്റെ മറ്റു ചിത്രങ്ങൾക്ക് വേണ്ടിയും.